സോ എന്തായാലും തീർത്താത്ത വളരെ സന്തോഷം. രേണുസുതിക്ക് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന് ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പപ്പയോട് ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതി പൊക്കോ. അപ്പൊ പിന്നെ എന്താ അമ്മയുടെ അടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞ അങ്ങനെ അമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളാൻ പറഞ്ഞ അങ്ങനെ. ഈ റെക്കോർഡ് എനിക്ക് അയക്കുമ്പോൾ ഇതിനകത്ത് ഈ കാലുകൾ കാണിക്കുന്ന കുറെ സ്റ്റാറ്റസ് കണ്ടല്ലോ. ഇത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഇപ്പോൾ എന്താണെന്നറിയില്ല. പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, സത്യസന്ധമായി പറഞ്ഞാൽ. പണ്ടൊക്കെ ഒരു ഡേ സ്കിപ്പായാലും എനിക്ക് ടെൻഷൻ, അയ്യോ ഇന്ന് ഞാൻ വീഡിയോ ഇട്ടില്ലല്ലോ എന്ന്. ഇപ്പോൾ ആ ഒരു ടെൻഷനൊന്നുമില്ല. ഇന്ന് വീഡിയോ ഇടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഓക്കെ ഫൈൻ, വീഡിയോ ഇടുന്നില്ല. എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് ഈ കാലാവസ്ഥ എന്നെ ഭയങ്കര മടിച്ചിയാക്കുന്നു എന്നാണ് തോന്നുന്നത്. ഇനി ചിലപ്പോൾ വീഡിയോൻ്റെ താഴെ വരാൻ പോകുന്ന ഒരു കമൻ്റ് ആയിരിക്കും ആസ്കിങ് മീ അബൌട്ട് ദിസ്. എന്താണ് ചേച്ചീൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ ഭയങ്കര കറുപ്പ് വന്നല്ലോ. ഞാൻ ഒരു ഫാമിലി പ്രോഗ്രാമിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ കറൻ്റ്ലി. എൻ്റെ ഒരു 3 പ്രോഗ്രാം, ഒരു കല്യാണ തലേന്ന്, ഒരു കല്യാണം, ഒരു സംഗീത്. എന്ന് വെച്ചാൽ കല്യാണ തലേന്ന് കല്യാണം ഒന്ന്, ഇതെൻ്റെ അനിയത്തിയുടെ സംഗീത്. ഈ 3 പരിപാടിയായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കഴിഞ്ഞ 2 ദിവസം ഞാൻ വീഡിയോ ഇടാത്തത്. അപ്പം അതിന് ഈ ഉറക്കവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോഴും സ്റ്റിൽ ഉറക്കക്ഷീണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഒരു 3-4 ദിവസങ്ങളും ഇതുപോലെ എൻ്റെ വീഡിയോസ് വരാൻ ചാൻസ് കുറവാണ്. കാരണം അന്നും കുറേ പ്രോഗ്രാം ഉണ്ട്. ബട്ട് എൻ്റെ മടിയെല്ലാം മാറ്റി വെച്ച് ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കും. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഈ കണ്ണും ഈ ടയേർഡ് ഫേസും ഒക്കെ. പക്ഷേ അതൊന്നും നമ്മളുടെ വീഡിയോനെ ബാധിക്കാൻ പോകുന്നില്ല. അപ്പം ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഓഫ് കോഴ്സ് വിത്ത് മൈ ഫേവറേറ്റ് ടോപ്പിക് രേണുസുതി ചേച്ചിയുടെയാണ്. രേണുസുതി ചേച്ചിയുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ശ്രദ്ധിച്ചറിയാം. പക്ഷേ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഞാൻ പൊതുവേ ഒരു 2 ദിവസം കഴിഞ്ഞ് രേണുസുതിയുമായി ബന്ധപ്പെട്ട കോണ്ടന്റ് നോക്കുമ്പോൾ ഞാൻ പൊതുവേ കാണുന്നത് എനിക്ക് റിയാക്ട് ചെയ്യാൻ ചാകര കണ്ടന്റുകൾ രേണു ചേച്ചി എനിക്ക് ഇട്ട് തരലുണ്ട്. പൊതുവേ അങ്ങനെയാണ് രേണു ചേച്ചി, സോറി ഗൈസ്. പക്ഷേ എന്നാൽ ഈ പ്രാവശ്യം ഞാൻ ശരിക്കും വണ്ടറായിപ്പോയി. കാരണം രേണുസുതിയുമായി ബന്ധപ്പെട്ട അധികം കോണ്ടന്റ് ഒന്നും സോഷ്യൽ മീഡിയയിൽ വന്നില്ലടാ. ആളുടെ അക്കൗണ്ടിലാണെങ്കിലും ഒരു 5-6 റീൽസ് പോയിട്ടുള്ളൂ. അതൊരു 3 റീൽസ് 2 ദിവസം കൊണ്ട്. പിന്നെ ഞാൻ കരുതി ഇൻ്റർവ്യൂ ഇല്ലേ, ഇനാഗ്രേഷൻ ഇല്ലേ, ഒന്നുമില്ലേ, എവിടെ പോയി? നീലക്കുയിലും പച്ചക്കുയിലും മഞ്ഞക്കുയിലും 1 ഫ്രെയിമും 3 ഫ്രെയിമും 6 ഫ്രെയിമും ഒക്കെ ഇവരൊക്കെ എങ്ങനെ രേണു ഇല്ലാണ്ട് ജീവിക്കുന്നൊക്കെ കരുതി നിൽക്കുക. എന്നാലും എവിടെയെങ്കിലൊക്കെ തവിട് പിടി പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻറ്റ് ചേച്ചി നമുക്ക് ഇട്ട് തരാണ്ട് നിൽക്കില്ല എന്നറിയാം. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റിൽ എനിക്കറിയാം, വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, രേണുസുതിയുടെ മുഖം ഈ വീഡിയോയിൽ ഇല്ല. കാരണം കുറേ പേർക്ക് എൻ്റെ വീഡിയോയിൽ രേണുസുതിയുടെ ടോപ്പിക് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങളോടാണ് എനിക്ക് പറയുന്നത്, രേണുസുതിയുടെ മുഖം ഇല്ലടോ. പക്ഷെ ആളുമായി ബന്ധപ്പെട്ടൊരു കോണ്ടൻറ്റ് ആളുടെ മുഖമില്ലാണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാരികയുടെ 2 വീഡിയോ വന്നിട്ടുണ്ട്. ഷെഫീനേൻ്റെ ഒരു വീഡിയോയിൽ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ആൻഡ് 3ാമത്തെ കാര്യം കിച്ചു ഋതപ്പനെ കാണാൻ പോയതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും വേഗം നോക്കാം. സോ എഗെയിൻ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കം തന്നെ ഐ സ്റ്റാർട്ട് ഫ്രം ഷാരി ചേച്ചി. ഓക്കെ. സോ എന്തായാലും തീർത്താത്ത വളരെ സന്തോഷം. രേണുസുതിക്ക് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന് ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ ഒരു എന്താ പറയുക, ഒരു പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ ഈ ഹോണ്ടഡ് ഹൗസിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രേതബാധ ശല്യം എന്നൊക്കെ പറഞ്ഞൊരു പ്രേതത്തെ പോലെ രേണുവിൻ്റെ പുറകെ നടന്ന് മാന്തി കീറാനും പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടും രേണു പേടിച്ചില്ല. സോ എന്തായാലും തീർത്താത്ത എന്തുകൊണ്ടാണ് തെറുത്താത്ത ഇപ്പോൾ പിൻവാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷെ എനിക്കറിയാം, ഷാരിയ കേബിക്ക് അറിയാം. ഷാരിയ കേബിയുടെ ചുറ്റിനുമുള്ള ഇവർക്കെതിരെ ഒരുപാട് ആൾക്കാർ പരാതികൾ ഇന്ന് സമാഹരിക്കുന്നുണ്ട്. ഒരു കൂട്ടപ്പരാതി, ഒരു പക്ഷേ കേരളത്തിലെ പകുതിയിലധികം സെലിബ്രിറ്റികളും, സാധാരണ സെലിബ്രിറ്റികളും, അങ്ങനെ ടോപ്പിൽ ഇരിക്കുന്ന സെലിബ്രിറ്റികളല്ല, നോർമൽ സെലിബ്രിറ്റികളുണ്ടല്ലോ, സിനിമകളിലും സീരിയലുകളിലും ബിഗ് ബോസിലും ഒക്കെ പങ്കെടുത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതോടൊപ്പം ബിഗ് ബോസ് താരങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ ഇവർക്കെതിരെ ഒരു പരാതി സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. പലയിടത്തും എത്തിക്കഴിഞ്ഞു, പല ഡിപ്പാർട്ട്മെന്റുകളിലും എത്തേണ്ടിടത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഷഫീന ബീബിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ചിലപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിൽ. ഞാൻ ഈ 2 വീഡിയോയിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം രേണുവിൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള 2 കൊളാബാണിത്. അപ്പം ഈ വ്യക്തിനെ നിങ്ങൾക്കറിയാലോ, ഷാരികയല്ല, ഐ തിങ്ക് ഷാരിക. എനിക്ക് ആളുടെ പേര് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിപ്പോയി.
ഐ തിങ്ക് ആളറിയാലോ. കുറേ ഇൻ്റർവ്യൂസിൽ കൂടിയാണ് മെയിനായിട്ട് ഫേമസ് ആയിട്ടുള്ളത്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ട് സീറ്റ് ഇൻ്റർവ്യൂ, നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി തോന്നുക ഇതൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെന്ന നിലയിൽ വന്നിരിക്കുന്ന ക്ലയൻറ്റിനെ മോശമായ രീതിയിൽ പെരുമാറി നാണം കെടുത്തി വിടുക എന്നുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ ഈ പെർട്ടിക്കുലർ ആൾക്ക് ഒരുപാട് നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. എന്നാൽ ആൾ ബേസിക്കലി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പിടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ആൾക്കൊരു സ്പേസ് സോഷ്യൽ മീഡിയയിൽ കൊടുത്തത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആളെ നോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആളെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് മെയിനായിട്ട് രേണുസുധീനെ സപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട. രേണുസുധിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടി. പിന്നെ നെഗറ്റീവ് ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നെഗറ്റീവിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫേസ് തൊട്ടേ രേണുവിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാൾ തന്നെയാണ് ഈ ശാരിക എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ ശാരികയുടെ 2 റീൽസ് കൊളാബ് ചെയ്തിട്ടു. ഈ കൊളാബ് ചെയ്ത റീൽസിൽ ശാരിക കൺവേ ചെയ്തൊരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കറൻലി ഷെഫീന എന്ന് പറയുന്ന ഒരു വ്യക്തി വീഡിയോസ് ഇടുന്നില്ല എന്നുള്ളൊരു സാധനമാണ്. ഷെഫീന രേണുവുമായി ബന്ധപ്പെട്ട് വീഡിയോ ഇടുന്നില്ല, അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാറ്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഷെഫീന വീഡിയോ ഇട്ടാലും വീഡിയോ ഇട്ടില്ലെങ്കിലും രേണുവിന് ചെയ്യേണ്ട കാര്യങ്ങൾ രേണു ചെയ്ത് മുന്നോട്ട് പോകും. ഇനി രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തി കേസ് കൊടുത്താലും ഷെഫീനയ്ക്ക് ഇടേണ്ട കണ്ടന്റ് ഇട്ട് കൊണ്ടിട്ട് ഷെഫീന ഫ്രണ്ടോട്ടും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷെഫീന ചെയ്ത കാര്യം രേണു ചെയ്ത കാര്യം ഷെഫീനയോ ബാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആൻഡ് ഇവരിതിൽ പറയുന്നത് എന്താണ്, ഒരു മാസ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് ഷെഫീനയ്ക്ക് എഗെയിൻസ്റ്റ് കേസ് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തത് കൊണ്ടാണ് ഷെഫീന സൈലൻ്റായി നിന്നേ എന്നുള്ളത്. അപ്പം ഞാൻ 2-3 ദിവസങ്ങളായി ഫോൺ യൂസേജ് വളരെ കുറവെന്ന് വെച്ചാൽ വളരെ കുറവായതുകൊണ്ട് ഞാൻ ഒന്ന് ഷെഫീനയുടെ യൂട്യൂബ് ചാനൽ എടുത്തൊന്ന് നോക്കി. കാരണം ഇവർ പറഞ്ഞതുപോലെ ഷെഫീന വീഡിയോ ഒന്നും ഇട്ടില്ലേന്ന്. സത്യം പറയാൻ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഷെഫീനയുടെ യൂട്യൂബ് ചാനലിൽ രേണുവിന് എഗെയിൻസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആൻഡ് ആ വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. വീഡിയോന് എത്ര 23K എങ്ങാനും സംതിങ് വ്യൂ എങ്ങാനും ആ വീഡിയോയിൽ 23 മോർ ഐ തിങ്ക് വ്യൂ എങ്ങാനും വന്നിട്ടുമുണ്ട്. അപ്പോൾ ഷെഫീന എവിടെ പേടിച്ചു പോയി എന്നാണ് ശാരിക പറയുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചുരുക്കം യൂട്യൂബേഴ്സെ വളരെ ബോൾഡായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ, വളരെ ബോൾഡായിട്ട്. ഞാൻ ആ ബോൾ ലിസ്റ്റിൽ കാണുന്ന ആദ്യത്തെ 5 പേരിൽ ഒരാൾ ആരാ എന്ന് ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഷെഫീനയാണ്. അവിടെ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ആൾ അങ്ങനെയാണ് സംസാരിക്കുക. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ ഭയങ്കര ശ്രദ്ധിക്കും. പല കാര്യത്തിനും ഈ രീതിയിൽ റിയാക്ട് ചെയ്യണം എന്ന് തോന്നിയിട്ട് പോലും ഞാൻ എൻ്റെ ഒരു എത്തിക്സ് വിട്ട് റിയാക്ട് ചെയ്യാണ്ട് സൈലൻ്റായി നിൽക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ടും പലതിലും ഷെഫീന പറയുന്നത് കേട്ടിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ബോൾഡായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഷെഫീന പാത്ത് പേടിച്ച് മുറിയിൽ പോയി നിൽക്കും എന്നൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. എന്തായാലും ഷെഫീന ചേച്ചി ഇപ്പോഴും കളത്തിലുണ്ട്. ഇന്ന് രാവിലെയും കൂടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശാരിക ചേച്ചി അതൊന്ന് പോയി കണ്ടാൽ കൊള്ളാം. എന്തായാലും ഇതിന് അഗെയിൻസ്റ്റ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യില്ലേ എന്നുള്ള കാര്യം അറിയാം. ആൻഡ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടേതായ രീതിയിലുള്ളൊരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ അവരെന്നും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ആൻഡ് സെക്കൻഡ് തിങ്, ഇനി ഷെഫീനയുടെ അല്ലെങ്കിൽ ചാറ്റ് ക്രെഡിബിലിറ്റി ഇന്ന് സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര വിഷയമാണ്. ഞാൻ 2 ദിവസം അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനലിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത് പോയിട്ടുള്ള ഒരു വീഡിയോ ഏതായി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ചാറ്റ് ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ചാറ്റിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ചാറ്റിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമെന്നാണ് എൻ്റെ നിഗമനം. ചാറ്റിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് രേണുസുധി എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ ഒരു ലീക്ഡ് ചാറ്റ് ഷെഫീനയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ട് സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആളുടെ അക്കൗണ്ടിൽ ആളുടെ ഒരു സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടക്കം തൊട്ടേ ശ്രദ്ധിച്ചറിയാം സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി കുറച്ചുകൂടെ ഒരു രേണുവിൻ്റെ ഒരു സപ്പോർട്ട് സൈഡിൽ നിൽക്കുന്ന ആളാണ്. എന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. നമ്മളെ മോഡ് ഓഫ് വീഡിയോസ് അല്ല, കുറേ രേണുവിൻ്റെ സൈഡ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് രേണുവിൻ്റെ കണ്ടന്റും പിടിച്ച് സീക്രട്ട് വരലുണ്ട്. അപ്പോൾ സീക്രട്ട് പറഞ്ഞത് ദിസ് ചാറ്റ് ക്യാൻ ബി AI ജനറേറ്റഡ് ആവാം, മാനിപ്പുലേഷൻ ആവാം എന്ന രീതിയിലൊക്കെ സീക്രട്ടിൻ്റെ സൈഡ് പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെഫീന പറയുന്നുണ്ട്. ഞാനത് എടുത്തു വെച്ച് എൻ്റെ വീഡിയോയിൽ പറയാനുള്ളതിൻ്റെ മെയിൻ റീസൺ ഞാനും ഈ ചാറ്റ് റിലേറ്റ് ചെയ്തിട്ടൊരു കോണ്ടന്റ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പം ചാറ്റ് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഷെഫീന പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഷോ മൈ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ മൈ സബ്സ്ക്രൈബേഴ്സ്. സോ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഫസ്റ്റ് തിങ്, എനിക്ക് ഇത് കൊണ്ടു തന്ന ആള് ഇത് ആദ്യം തരുമ്പോൾ തന്നെ ആളൊരു സബ്സ്ക്രൈബ് ചെയ്ത ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായത്. ഈ സബ്സ്ക്രിപ്ഷനകത്ത് മാത്രം അവർക്ക് വേണ്ടി കാണാൻ വേണ്ടി മാത്രം ഇടുന്ന വീഡിയോസ് എനിക്കത് ഷെയർ ചെയ്തു തന്നു. ദെൻ ഐ റിയലൈസ് അയാൾ ആണ് എന്നുള്ളത്. രണ്ടാമത് ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് എനിക്ക് അയക്കുമ്പോൾ ഇതിനകത്ത് ഈ കാലുകൾ കാണിക്കുന്ന കുറേ സ്റ്റാറ്റസ് കണ്ടല്ലോ, ഇത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ സ്റ്റാറ്റസിനെ പുള്ളി എടുത്തിട്ട്
നല്ല ഭംഗിയുണ്ടെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നതും അത് അവർ ഇഷ്ടപ്പെടുന്നതും അതിനെ ലവ് ഇടുന്നതും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം ചാറ്റിൻ്റെ ക്രെഡിബിലിറ്റി അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഷെഫീന ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ഞാനും ആ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് മെയിനായിട്ട് നമ്മളുടെ രേണു സുധി അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോറിക്ക് റിയാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ആ സ്റ്റോറി എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനിലുള്ള സ്റ്റോറിയാണ്. കാരണം അല്ലാണ്ട് നോർമൽ വ്യൂവേഴ്സിന് കാണാൻ പറ്റില്ല, ആളുടെ കാല് അങ്ങനത്തെ എന്തോ സംഭവങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ രേണു സുധിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ചാറ്റാണത്. അപ്പം അത് നോട്ട് ചെയ്യാം. ഫസ്റ്റ് തിങ് നിങ്ങൾ ആ ചാറ്റിൻ്റെ ക്രെഡിബിലിറ്റി തിങ്ക് ചെയ്യുമ്പം ഞാൻ ആ ഒരു ചാറ്റ് മെയിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ കാണിക്കാനുള്ള ഒരു റീസൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. രേണു സുധീൻ്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടും രേണു സുധിയുടെ വേറെന്തോ പരിപാടിയായി ബന്ധപ്പെട്ടിട്ടും ഇപ്പോൾ ഒരുപാട് ഓഡിയോസും ചാറ്റും ലീക്ക് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് പോലും ഞാൻ അതൊന്നും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടില്ല. ഞാൻ റിയാക്ട് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എനിക്ക് അതിൻ്റെ ക്രെഡിബിലിറ്റിയിൽ ഡൗട്ട് ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഈ ചാറ്റിൻ്റെ ഒരു സീൻ വന്ന സമയത്ത് ഞാനെടുത്ത് സംസാരിക്കാനുള്ളതിൻ്റെ മെയിൻ റീസൺ ഒന്ന് ആ പ്രൊഫൈൽ, രണ്ടാമത്തെ ഒരു സാധനം ആൻഡ് മൂന്നാമത്തെ ഒരു സാധനം ഒരു ലേഡി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ പേഴ്സണൽ ചാറ്റ് വളരെ കോൺഫിഡൻറ്റോട് കൂടി സോഷ്യൽ മീഡിയയിൽ വന്നിടുന്നുണ്ടെങ്കിൽ അയാൾക്കത് വെറുതെ എവിടെന്നെങ്കിലും ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റില്ല. കാരണം നാളെ രേണു ഇത് ചോദിക്കാം, നാളെ അത് കേസാവാം, എന്തോ ആവുന്ന സമയത്ത് അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആളുടെ കയ്യിൽ എക്സിസ്റ്റൻസ് വേണം. ആൻഡ് ആൾ വളരെ ക്ലിയർ ആയിട്ട് കൺഫേം ആയിട്ട് പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഈ ചാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാമഗ്രികളും സേവ്ഡ് ആണ് എന്നുള്ളത്. അപ്പോൾ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അതൊരു AI ക്രിയേറ്റഡ് ആണ് എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. ദറ്റ്സ് മൈ സൈഡ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരാളുടെ ചാറ്റാണത്. ആ ജെന്യൂനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാനത് കള്ളമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ ഞാൻ വീണ്ടും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫുള്ള് ചോദിച്ചിരുന്നു. പുള്ളി അത് ഫുള്ള് എടുത്ത് എനിക്ക് അയച്ചു തന്നു. പിന്നെ ഇത് സായി പറഞ്ഞത് ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണെന്ന്. ചിലപ്പം സായി അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് സായിക്ക് ഉണ്ടാവും, സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. എനിക്കൊരു ഫേക്ക് ID പോലും ഇല്ല. എൻ്റെ ഒരു ഫേക്ക് ID എവിടെയെങ്കിലും വന്നൊരു കമന്റ് ഇട്ടതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെങ്കിൽ ഈ പണി ഞാൻ നിർത്തിപ്പോകും. കാരണം ഞാൻ ഇത്ര നാളായി സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ഞാൻ ഫേക്ക് ID ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ വോയിസിൽ തന്നെ പറയും. ഫേക്കിൽ വന്ന് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പറയാനുള്ളത് അവിടെ ഒന്ന് പറയുക തന്നെ ചെയ്യും. പിന്നെ നീയൊക്കെ എന്താ അവിടെ കിടന്ന് പറയണമെന്ന് കേൾക്കാനും ഞാൻ വരാറില്ല. പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാർഡിന് പോകും. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ചാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി പീസ് കാര്യങ്ങളൊക്കെ ആരുടെ കയ്യിലുണ്ട്, ഷെഫീന എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് ഈ ഒരു സാധനം ആണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഷെഫീന ഈ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ ആരെ മുഖത്ത് നോക്കി ഭയങ്കര ബോൾഡായിട്ട് പറയാൻ കഴിവുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്ന ഒരാളായതുകൊണ്ട് ആൾക്ക് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹേറ്റ്, നെഗറ്റിവിറ്റി ഉണ്ട്. ഈവൻ ഫസ്മിനി ആണെങ്കിലും തനൂജി ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് ഇവരുമായിട്ട് ഇഷ്യൂസ് ഉള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ നോട്ടഡ് പേഴ്സൺ ആണ് ഇൻ കേസ് ഓഫ് റിയാക്ഷൻ വീഡിയോ എന്നുള്ള കാര്യം ഇവർക്ക് വളരെ ക്ലിയർ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഏതെങ്കിലും വിഷയവുമായി റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ആ കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്തായാലും ഇവരുടെ സൈഡിൽ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ സായിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. AI ചാറ്റ് ആണെങ്കിൽ ചിലപ്പോൾ സായി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നു. അത് അവരുടെ സൈഡ് ഓഫ് ഒപ്പീനിയനാണ്. അപ്പം അത് സായി പറഞ്ഞു, സായിക്ക് തിരിച്ചു കൊടുത്തു എന്ന രീതിയിൽ നമുക്ക് വിടാം. ഈ വിഷയം റിപ്പീറ്റഡ്ലി എടുക്കുന്നതിന്റെ റീസൺ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്, ഇത്രയും നന്നായിട്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന സായിക്ക് ഇത് കണ്ടപ്പോൾ ഡൗട്ട് തോന്നി എന്ന് പറയുകയാണെങ്കിൽ സായി എന്ത് തരം റിയാക്ഷൻ ആയിരിക്കും ചെയ്യേണ്ടാവുക? ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രം കാണാൻ പറ്റുന്ന സ്റ്റാറ്റസുകളാണ് എടുത്തു വെച്ച് അയാൾ ലൈക്ക് ഇട്ടിരിക്കുന്നത്. അപ്പുറത്ത് നിന്നൊരു വ്യക്തി അത് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി ഇതൊക്കെ AI ജനറേറ്റഡ് ആണെന്ന് വെക്കുക, ഞാനിത് പബ്ലിഷ് ചെയ്താൽ എനിക്ക് പ്രശ്നം വരത്തില്ലേ? അപ്പൊ എനിക്ക് പേടിയില്ലെന്നാണോ? ഒന്നാമത്തെ കേസ്, ഐ ആം എ നോട്ടഡ് പേഴ്സൺ. 100% ഞാൻ നോട്ടഡ് ആണെന്ന് എനിക്കറിയാം. ബിക്കോസ് എൻ്റെ രാഷ്ട്രീയം, എൻ്റെ അല്ലാത്ത രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങളിൽ എൻ്റെ ഒപ്പോസിഷൻ വളരെ ശക്തമായി അവതരിപ്പിച്ചിട്ട് ധൈര്യസമേതം നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഒത്തിരി ഒപ്പോസിഷൻസ് ഉണ്ട്. എന്നെ ഒന്ന് അകത്താക്കി കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരിടത്തേക്ക് ഞാൻ ഇങ്ങനെ ഒരു സംഗതി ഇട്ടിട്ട് മിണ്ടാതിരിക്കും തോന്നിയോ? മേ ബി അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ആയിക്കോട്ടെ. ഇനി ഈ ഒരു സംഗതിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരത്തി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാട് കമന്റ് ഇട്ടിട്ടുണ്ട്. അതിൽ 2 കമന്റ് മാത്രമാണ് അവരെടുത്ത് നമുക്ക് കൊടുത്തത്. ഞാൻ ഈ കമന്റ് കാണാൻ വേണ്ടി വീണ്ടും അവിടെ പോയിരുന്നു. നോക്കുമ്പോൾ കമന്റ് അവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ കമന്റ് കിട്ടിയ ഉടനെ ഞാനിത് വിവിക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ വിവിയോട് ചോദിച്ചിരുന്നു. വിവിയൊക്കെ ഇന്നലെ താളം ചവിട്ടി വീഡിയോ ഇട്ടിരുന്നു. ഷെഫീന വിവിയുടെ ചാനലിൽ വന്നതാണ്, അതിന്റെ ക്രെഡിബിലിറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിട്ടിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിവി ഇതെന്താ? അപ്പം ഇതാണ് ചാറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രവേഴ്സി. സായി ക്രിയേറ്റ് ചെയ്ത ഒരു കോൺട്രവേഴ്സിക്ക് ഷെഫീന കൊടുത്തിട്ടുള്ള ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്.
ആൻഡ് ഇതിൽ വളരെ വ്യക്തമായിട്ട് ആൾ പറഞ്ഞ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ സാധനങ്ങൾ ആൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് എടുത്തു വെച്ച് ഇവിടെ പറയുന്നില്ല. എന്നാൽ ഇതിലൊരു സ്ക്രീൻഷോട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഷെഫീനയുടെ ചാനൽ ആ സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നു. ഞാനത് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ സൈഡിൽ ആ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഈ സ്ക്രീൻഷോട്ട് എന്താണെന്ന് വെച്ചാൽ രേണുസുധിയുടെ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു സ്ക്രീൻഷോട്ടാണ്. സ്ക്രീൻഷോട്ട് അന്ന ലിസീസ് കറിയ എന്ന് പറയുന്ന ഒരാൾക്ക് അയച്ചതാണ്. യെസ്, ഐ ആം സെലിബ്രിറ്റി, സോ പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. എന്നിട്ട് ഈ അന്ന ലിസീസ് കറിയയ്ക്ക് വീണ്ടും അയച്ചു. യെസ്, നേരിട്ട് മീറ്റപ്പ്, കോഫി കുടി, ഷൂട്ട്, പ്രോഗ്രാം. ഇഫ് യു വാണ്ട് പ്ലീസ് കോണ്ടാക്ട് മൈ മാനേജർ. ഈ ഒരു സാധനം കൂടെ ഇതിൻ്റെ കൂടെ വൈറലായിട്ടുണ്ട്. അപ്പം മാനേജറെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനവും പിന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഡൗട്ടുകളൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ കറൻ്റ് ഈ ഒരു സാധനം എന്ന് പോയി എന്നും പറയുന്നുണ്ട്. ഇതാണ് രേണു ചേച്ചിയുടെ ചാറ്റുമായി ബന്ധപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ളൊരു കോൺട്രവേഴ്സി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഋതപ്പൻ്റെ വ്ളോഗാണ്. ഋതപ്പനെ കാണാൻ വേണ്ടി കിച്ചു പോയതുമായി ബന്ധപ്പെട്ടൊരു വ്ളോഗ് ഇടുകയും ആ വ്ളോഗ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ചർച്ചയായിട്ടുണ്ട്. കാരണം ഋതപ്പന് കിച്ചുവിനോട് ഉണ്ടായിരുന്നൊരു വലിയ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കിച്ചുവിനെ കാണുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഹഗ്ഗും സ്നേഹവും ഇഷ്ടവും ചേർത്ത് നിർത്തലും. എന്നാൽ ഇതിപ്പം ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് എവിടെയോ കുറഞ്ഞു എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും അതിൽ മേജർ കുറച്ച് ഭാഗങ്ങൾ കാണാം. കുട്ടീനെ കാണിക്കുന്ന ഭാഗങ്ങൾ മാക്സിമം ഞാൻ ബ്ലർ ചെയ്യും. ചെറിയ പ്രായമുള്ളൊരു കുട്ടിയായതുകൊണ്ട് ആ കുട്ടീനെ എൻ്റെ പ്രൊഫൈലിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവനുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. നോക്കാം. സർപ്രൈസ് കാണുമെന്ന് അറിയത്തില്ല. നമ്മൾ വിളിച്ചിട്ടൊന്നുമില്ല, വിളിക്കാതൊക്കെയാ വരുന്നത്. സർപ്രൈസ് ആയിട്ട് സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഉണ്ടാ കാണാം. ഉണ്ടാ എല്ലാരും ഉണ്ടാ. എല്ലാരും ചെരുപ്പുണ്ടോ അവിടെ? എല്ലാരും ഉണ്ട്. ഓക്കെ, എന്തുണ്ട് ടെൻഷനാണ്? നമ്മൾ ഒരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കാൻ പറ്റില്ല. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര പ്രശ്നങ്ങളാണ്. തുടക്കത്തിൽ പീസ് ഞാൻ വെച്ചത് എന്താന്ന് വെച്ചാൽ ഇവിടെ കിച്ചുവിന് ഋതപ്പനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ രേണുസുധിയും കിച്ചുവുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു കോൺട്രവേഴ്സി ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ കോൺട്രവേഴ്സി കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം രേണു കിച്ചുവായിട്ടും കോണ്ടാക്റ്റ് ഇല്ല, കിച്ചു രേണുവായിട്ടും കോണ്ടാക്റ്റ് ഇല്ല. എന്നാൽ തൻ്റെ അനിയനെ കാണുക എന്നുള്ളത് തൻ്റെ അവകാശമാണെന്നും എനിക്ക് അനിയനെ കാണണം, അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടത്തോടു കൂടി കിച്ചു ആ വീട്ടിലോട്ട് പോകാൻ കാണിച്ച ആ മനസ്സിനെ നമ്മളെല്ലാവരും കാണേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ രേണു തന്നെ ആ വിഷയം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം രേണുവിൻ്റെ അടുത്ത് ഓൺലൈൻ മീഡിയക്കാരെ കിച്ചുവിനോട് സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞതേ ഞാൻ സംസാരിച്ചിട്ടില്ല, സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് രേണു ഇൻഡയറക്റ്റ്ലി അങ്ങ് പറഞ്ഞത്. എന്നാൽ എൻ്റെ അനിയനെ കാണൽ എൻ്റെ അവകാശമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പോയി എൻ്റെ അനിയനെ കണ്ടു എന്ന രീതിയിൽ കിച്ചു സംസാരിച്ചത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതിന് ആ വീഡിയോ പോകുന്ന തുടക്കത്തിലേ കണ്ടറിയാം അവൻ ഭയങ്കര ടെൻസ്ഡാണ്, അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. അവൻ തന്നെ പറയുന്നുണ്ട് ആ വിഷയം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പോയിട്ടില്ല, ഇനി പോയാൽ എന്താവും അവരുടെ അവസ്ഥ, അവരെങ്ങനെ റിയാക്ട് ചെയ്യും, എന്ത് പറയുക അറിയില്ല. കാരണം വീടിൻ്റെ ഉള്ളിലുള്ള തങ്കച്ചനാണെങ്കിലും അല്ലെങ്കിൽ ഇനി രേണുവിൻ്റെ അമ്മയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒക്കെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആ ടെൻഷനോട് കൂടിയാണ് അവരവിടെ എത്തുന്നത്. ആൻഡ് ഇനി കുറച്ച് ഭാഗങ്ങൾ ഋതപ്പനായിട്ടുള്ള കാണിച്ചു തരാം. ഒന്നുമില്ലേ? ഒന്നുമില്ലേ? പള്ളിയിൽ പോയോ? പോയിട്ട് എന്ത് എവിടെ പോകുന്നു? എവിടെ പോകുന്നു? ഈ വീഡിയോൻ്റെ ഉടനീളം ഇനി അങ്ങോട്ട് കിച്ചുവും ഋതപ്പനും തമ്മിലുള്ള കറക്കവും ഗെയിമിങ്ങും ഫുഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് വീഡിയോയുടെ തുടക്കത്തിൽ ചേച്ചിയുടെ മക്കളെ കാണുന്നു, കുറച്ച് കഴിഞ്ഞ് മക്കളെ കാണുന്നില്ല. ആ വീഡിയോസ് ക്ലിപ്സോ കാര്യങ്ങളോ കാണണമെങ്കിൽ നിങ്ങൾക്ക് കിച്ചുവിൻ്റെ അക്കൗണ്ടിൽ പോവാം. ഞാനത് ബേസിക്കലി കാണിക്കാത്തത് ചെറിയ പിള്ളേരായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അധികം ഇടാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ ഞാൻ എടുത്തു വെക്കുന്ന വീഡിയോ കംപ്ലീറ്റ് ബ്ലർ ചെയ്ത് പിന്നെ നിങ്ങളെ കാണിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോയിലോട്ട് അധികം അങ്ങ് ചിക്കി ചിതറി അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഇതാണ്. ആൻഡ് ഈ വീഡിയോയിൽ എന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഋതപ്പന് കിച്ചുവിൻ്റെ അടുത്ത് പഴയ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല.
ഋതപ്പൻ തന്നെ ആദ്യമായിട്ട് എവിടുന്നോ കണ്ട ഒരാളെ പോലെയാണ്. കിച്ചു ഓടി ചെല്ലുന്നു, സ്നേഹം കാണിക്കുന്നു, എടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. കിച്ചുവിൻ്റെ സൈഡിൽ നിന്ന് കിച്ചു എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കാൻ പറ്റുമോ അതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഋതപ്പൻ എന്തൊക്കെയോ കാരണങ്ങളാൽ കിച്ചുവിനടുത്ത് കുറച്ച് ഡിസ്അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പോൾ അതിന് മേ ബി എന്തെങ്കിലുമൊക്കെ രേണുവിൻ്റെ സൈഡിൽ നിന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രേണു ഇല്ലെങ്കിൽ രേണുവിൻ്റെ അമ്മയുടെയോ അച്ഛൻ്റെയോ സൈഡിൽ നിന്ന്. കാരണം അവരങ്ങനെ പറയാണ്ട് ഒരിക്കലും ഈ ചെറിയ കുട്ടിക്ക് ഇങ്ങനെ വരില്ല. പിന്നെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങളെ പ്രശ്നമായി തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അവനോട് മിണ്ടാൻ താല്പര്യമില്ലേ, നിങ്ങൾ മിണ്ടണ്ട. പക്ഷെ ഋതപ്പന് ആകെയുള്ളൊരു രക്തബന്ധത്തിലുള്ള ഒരു ഏട്ടൻ എന്ന് പറയുന്നത് അത് കിച്ചു തന്നെയാണ്. അവരുടെ കണക്ഷൻ ഒരിക്കലും കട്ട് ചെയ്യാണ്ട് നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഇനി എത്രയൊക്കെ കട്ട് ചെയ്താലും ആ ബോണ്ട് എന്ന് പറയുന്നത് വളർന്നു വരുന്ന സമയത്ത് അത് താനേ വരും. അതുകൊണ്ട് വെറുതെ ഇനി അതിന് കയറി കളിക്കേണ്ട. ആൻഡ് ലാസ്റ്റ് ഭാഗം, ഞാൻ പോട്ടെ. ഋതപ്പൻ ഹാപ്പിയാണോ? സന്തോഷമായോ? വയറൊക്കെ നിറഞ്ഞോ? എങ്കിൽ ഞാൻ പോട്ടെ. ടാറ്റ. ഒരു ഉമ്മ തരുമോ? ഉമ്മ പോയിട്ട് വരാം. ടാറ്റ ടാറ്റ. പോവാ. ഇതിനിടയിൽ രേണുവിൻ്റെ അമ്മ വന്ന് കിച്ചു പോവുകയാണോ ചോദിച്ചു. അത് തന്നെ കേട്ടതിൽ വളരെ സന്തോഷം. കിച്ചു, നീ അവിടെ പോകാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നിൻ്റെ പേരിലും കൂടിയുള്ള വീടാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോകാം. അവിടെ കയറി ഇനി ആര് മുഖം കറുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിലോ ആ കറുത്ത് കാണിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നേ പറയാനുള്ളൂ. ഇനി ലാസ്റ്റ് കിച്ചുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി തിരിച്ച് ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ അങ്ങനെ നമ്മൾ ഋതപ്പനെ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് പോകുന്നു. എല്ലാരും ഹാപ്പി. നമ്മളിവിടെ വന്നപ്പോ ആദ്യം ഋതപ്പനും ഇവരെല്ലാരും കൂടെ എറണാകുളത്തുള്ള പരിപാടി തന്നെ അമ്മ എന്തോ അവിടെ ഉള്ള രീതിയിൽ. അപ്പൊ ആദ്യം ഞങ്ങൾ വിചാരിച്ച് ഇപ്പനെ പോവല്ലേ നടക്കത്തില്ല എന്നുള്ള രീതിയിൽ കടയിൽ കൊണ്ട് പോയിട്ട് വരാന്നുള്ള ഇതിൽ നിന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. ഞാൻ നൈസായിട്ട് പപ്പ വിളിച്ചു ചോദിച്ചപ്പോ പപ്പ ആദ്യം പറഞ്ഞ് നടക്കത്തില്ല, ഇപ്പൊ കണ്ടില്ലേ ആ രീതിയിൽ പൊക്കോ. അപ്പൊ പിന്നെ എന്താ അമ്മയടുത്ത് കണ്ട് ചോദിക്കാൻ പറഞ്ഞ അങ്ങനെ അമ്മേനെ വിളിച്ച് അമ്മയടുത്ത് ചോദിച്ചപ്പോ അമ്മ കൊണ്ടുപോക്കോളാൻ പറഞ്ഞ അങ്ങനെ ഞങ്ങള് കൊണ്ടുപോയതാണ്. അങ്ങനെ അവൻ ഹാപ്പിയാന്ന് തോന്നുന്നു. ഞങ്ങളോട് വരുന്നത് ഞാൻ പറഞ്ഞാ വരുന്നത്. അപ്പൊ പിന്നെ നേരെ വിളിച്ച് ഞങ്ങളെ കൊണ്ടുപോയാ എല്ലാരെയും കൊണ്ട് പിള്ളേരെല്ലാരും ഹാപ്പി. പിന്നെ രമ്യ ചേച്ചി വിളിച്ച് എന്റെ പിള്ളേരെ എവിടെ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള ഇനി ഒരുത്തരെ മാത്രമായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ പണ്ടോട്ടെ കാണുന്നതാണെങ്കിൽ ഇവര് 3 പേരെ, അപ്പം എനിക്ക് 3 പേരായിട്ടേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതി കൊണ്ടുപോയതാ. പിന്നെ ഈ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോ ഇങ്ങനെ വിളിച്ചോണ്ട് ഇപ്പുണ്ടായിരുന്നു. അവരെ മാത്രമായിട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. കാരണം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിയാലും ഇങ്ങോട്ട് വരുമ്പോ 3 പേർക്കും കൂടെ വാങ്ങുന്ന. അപ്പൊ അവനെ മാത്രം കൊണ്ടുപോകാനായിട്ട് എനിക്ക് തോന്നിയില്ല, കൊണ്ടുപോയതാണ്. പിള്ളേരെല്ലാം നമുക്ക് നമ്മളെ സ്വന്തം അനിയനെ കറങ്ങാൻ കൊണ്ടുപോവട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞ കാര്യമാണ് ശരിക്കും എന്നെ സർപ്രൈസ് ചെയ്തിട്ടുള്ള കാര്യം. കാരണം തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, തങ്കച്ചൻ ചേട്ടൻ കൊണ്ടുപോവണ്ട, തിരിച്ചിങ്ങോട്ട് കൊണ്ടുപോവാ, നീ അത്രയും നേരം കണ്ടില്ല, അത് മതിയെന്ന്. എൻ്റെ പൊന്ന് തങ്കച്ചൻ ചേട്ടനേക്കാൾ കുട്ടിയിൽ അവകാശമുള്ളത് കിച്ചുവിനാണ്. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. ആൻഡ് താങ്കൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയേൻ്റെ ബാക്കിൽ കടന്ന് ഈ ഏഷ്യനെ കൂട്ടുക, പരദൂഷണം കാണിക്കുക എന്നല്ലാണ്ട് സോഷ്യൽ മീഡിയേൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുക. ഒരു ഒറ്റ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന അത്രയും ഹേറ്റ് വാങ്ങി മാളത്ത് പോയി വിളിച്ചിരിക്കുകയല്ലേ ചെയ്തേ. കിച്ചുവിൻ്റെ വീഡിയോയിൽ പല കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ട് താങ്കളൊന്നും പുറത്തു വന്ന് സംസാരിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്ത് കണ്ടിട്ടാണ് പുറകെ കൂടെ കുത്തുന്നത്? പിന്നെ രണ്ടാമത്തെ അഗ്രിമെൻ്റ് അമ്മേനെ വിളിക്കാൻ, അത് റൈറ്റ് കാര്യം. അതിലൊരു കുറ്റവും ഞാൻ പറയുന്നില്ല. രേണുവിൻ്റെ കൊച്ചിനെ കൊണ്ടുപോകുന്ന സമയത്ത് രേണുവിനോട് ചോദിക്കണം. രേണു ഓഫ് കോഴ്സ് രേണുവിന് അറിയാം ഇവൻ ഇത് വ്ളോഗ് ചെയ്തായിരിക്കും വരിക. ഇവൻ അമ്മ എനിക്ക് കൊച്ചിനെ കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ അടുത്തൊരു വിഷയമാവുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ രേണുവിൻ്റെ മോനെ നീ കൊണ്ടുപോയിക്കുമെന്ന്. എന്തായാലും അവിടെ നിന്ന സമയത്ത് ഋതപ്പൻ കാണിച്ചൊരു അറ്റാച്ച്മെൻ്റ് എല്ലാം തിരിച്ചു വരുമ്പോൾ വളരെ ഹാപ്പിയോട് കൂടി ഉമ്മ വെച്ചാൽ പോയത്. കാരണം അവന് എന്തോ ഒന്ന് പറയാനുണ്ടായിരുന്നു.
അതൊന്നും പറയാണ്ട് പകുതി വിഴുങ്ങുകയും ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ചേച്ചിക്ക് ഒരു കൊട്ട് വെച്ചിട്ടുണ്ട്. കാരണം സ്നേഹത്തോടു കൂടി കൊണ്ടുവരും ചേച്ചി 10 മിനിറ്റ് കൂടുമ്പോൾ എൻ്റെ മോനോടെ എടോ നിങ്ങൾക്കൊക്കെ നന്നായി കൂടെ രേണു സുധി ഫാമിലി മെമ്പേഴ്സ്. നാണല്ലേ ഇടൂ, മര്യാദയ്ക്ക് നിൽക്ക്. യെസ് മതി യെസ് ഓട്ടെ. ചൂടെടുത്ത് ഭ്രാന്തെടുക്കുന്നു. ഇനി വീഡിയോ എഡിറ്റ് ചെയ്ത് കടന്നുറങ്ങട്ടെ.